ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 63 ഗോവർദ്ധനോദ്ധാരണം. ശ്ലോകം 9. ശമമുപേയുഷി വർഷഭരോ തദാ പശുപഥേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂധര പ്രമുദിതൈഃ പശുപൈഃ പരിരേഭിഷേ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് വാക്കുകളുടെ അർത്ഥം നോക്കാം. ശമം ഉപേയുഷി വർഷഭരേ തദാ പശുപ ധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈഃ പശുപൈഃ പരിരേഭിഷേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഭോ പ്രഭോ, തത് അപ്പോൾ, വർഷഭരേ കനത്ത മഴ, ശമം ശാന്തതയെ, ഉപേയുഷി പ്രാപിക്കുകയും, പശുപഥേനുകുലേ ച വിനിർഗതേ ഗോപന്മാരും പശുക്കളും പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പോകുകയും ചെയ്തപ്പോൾ, ഭുവി ഭൂമിയിൽ, സമുപാഹിത ഭൂധര വയ്ക്കപ്പെട്ട പർവ്വതത്തോടു കൂടിയവനായി, പ്രമുദിതൈ സന്തുഷ്ടരായ, പശുപൈ ഗോപന്മാരാൽ, പരിരേഭിഷേ ആലിംഗനം ചെയ്യപ്പെട്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ശമം ഉപേയുഷി ചേർത്തിട്ട് ശമം ഉപേയുഷി. വർഷഭരോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തത് പശുപഥേനുകുലേ പശുപഥേനു ധേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ച വിനിർഗതേ ഭുവി ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിഭോ ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. സമുപാഹിത ഭൂധര സമുപാഹിത ഭൂ എന്നുള്ള അക്ഷരം, ധ എന്നുള്ള അക്ഷരം രണ്ട് ഉറപ്പിക്കാനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുന്നതാണ്. സമുപാഹിത ഭൂധര അവിടെ ലാസ്റ്റിൽ വിസർഗം. ഭൂന്നും ധാന്നും നന്നായിട്ട് ഊന്നി പറയണം. പ്രമുദിതൈ അവിടെ വിസർഗം. പശുപൈ അവിടെയും വിസർഗം. പരിരേഭിഷേ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ശമമുപേയുഷി വർഷഭരോ തദാ പശുപഥേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈഃ പശുപൈഃ പരിരേഭിഷേ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോ ധരണേ തവ കശ്രമഃ ഇതി നുതസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ധരണീം ഏവ പുരാ ധൃതവാൻ അസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമഃ ഇതി നുത സ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പുര പണ്ട്, ധരണീം ഏവ ഭൂമിയെ, ധൃതവാൻ ധരിച്ചവനായി അല്ലെങ്കിൽ ഉയർത്തി, അസി അങ്ങ് ഭവിച്ചു, തവ അങ്ങനെയുള്ള അങ്ങേക്ക്, ക്ഷിതിധരോദ്ധരണേ പർവ്വതത്തെ ഉയർത്തുന്നതിൽ, ശ്രമ എന്താണ് ക്ലേശമുള്ളത്, ഇതി ഇപ്രകാരം, ത്രിദശൈ ദേവന്മാരാൽ, നുത സ്തുതിക്കപ്പെട്ടവനായ, ത്വം അങ്ങ്, കമലാപതി വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണ, ഗുരുപുരാലയ ഗുരുവായൂരപ്പ, മാം എന്നെ, ഗതാത് രോഗത്തിൽ നിന്ന്, പാലയ രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ധരണീം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഏവ പുരാ ധൃതവാൻ ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അസി ക്ഷിതിധരോദ്ധരണേ ക്ഷിതി എന്നുള്ളതിൻ്റെ ക്ഷീന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ധരോദ്ധരണേ ധ എന്നുള്ള അക്ഷരം
ധനം എന്നൊക്കെ ഉള്ളതിലത്തെ നന്നായിട്ട് ഊന്നി പറയണം. ധ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയണം. തവ കശ്രമ അത് ചേർത്ത് കശ്രമ അങ്ങനെ പറഞ്ഞാൽ മതി. കഹ എന്നൊന്നും അവിടെ വിസർഗമൊന്നും പറയണ്ട. കശ്രമ ചേർത്തിട്ട് ചൊല്ലിയാൽ മതി. കശ്രമ. ഇതി നുത സ്ത്രീ ദശൈ അവിടെ വിസർഗം. കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗതാത് അങ്ങനെ നിർത്താം. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോധരണേ തവ കശ്രമ ഇതി നുതസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.